അടുത്തത് സോഷ്യൽ എക്സാം ആണ്. സോഷ്യൽ എക്സാമിന് നിങ്ങൾക്ക് ലെറ്റ്സ് സീ ഫോർ ദ ഫ്യൂച്ചർ സ്വരുകൂട്ടാം കരുതി വെക്കാം എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിസ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേട്ടോ, നല്ല ഇമ്പോർട്ടൻസ് ഉള്ള ചാപ്റ്റർ ആണ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒന്നാമത്തെ ചോദ്യത്തിൽ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റിയ എന്താ അറിയോ, നമ്മളുടെ ഒരുപാട് സൈബർ കുറ്റകൃത്യങ്ങൾ ഉണ്ടല്ലോ, അതിനെതിരായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ആ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ സൈബർ കുറ്റകൃത്യത്തിൽ നമ്മൾ അകപ്പെട്ടു പോകും. അതിൽ നിന്ന് നമ്മളെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നമ്മളുടെ ATM പിന്ന് OTP ഇതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, മറ്റാരുമായിട്ട് ഷെയർ ചെയ്യരുത്. ആര് കോളിൽ വന്നാലും അത് പറഞ്ഞു കൊടുക്കരുത്. രണ്ടാമത്തത്, സംശയാസ്പദമായ ഓൺലൈൻ ലിങ്കുകൾ എന്ത് ചെയ്യുക, ഒരുപാട് ലിങ്കുകളൊക്കെ ഫോണിൽ വരുമ്പോൾ വെറുതെ തൊട്ടിട്ട് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കലില്ലേ, അത് നമ്മൾ ചെയ്യരുത്. പിന്നെ എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമെന്ന് വെച്ചിട്ട് കുറെ കോളുകൾ വരാറുണ്ട്, അതൊന്നും അറ്റൻഡ് ചെയ്യാൻ നിൽക്കരുത്. പിന്നെ നമ്മുടെ ATM പിന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും ഫോണിൽ സൂക്ഷിച്ചു വെക്കരുത് കേട്ടോ, ഒരിക്കലും ചെയ്യരുത്. ആൻഡ് ഓൾസോ നമ്മുടെ പാസ്വേഡുകളൊക്കെ എന്ത് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് മാറ്റി നോക്കാനും നമ്മൾ ശ്രദ്ധിക്കുക. സോ ഈ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നോട്ട് ചെയ്ത് വെച്ചാൽ എക്സാമിന് ചോദിക്കുന്നതാണ്. അതേപോലെ ഇനി അടുത്തത് നമ്മളെ ഡിപ്പോസിറ്റുകൾ ഉണ്ടല്ലോ, പലതരം സേവിങ് ഉണ്ട്, കറണ്ട് ഉണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡിപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം. സേവിംഗ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ സേവിങ് അല്ലെ, നമ്മുടെ സമ്പാദ്യശീലം വളർത്താനാണ് നമ്മൾ സേവിംഗ് ഡിപ്പോസിറ്റ് അക്കൗണ്ട് തുടങ്ങുന്നത്. ഇനി അടുത്തത് പ്രചലിത നിക്ഷേപങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ഈ ട്രേഡേഴ്സ് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇവരെയൊക്കെ ലക്ഷ്യം വെച്ചിട്ട് തുടങ്ങിയതാണ് ഈ ഒരു പ്രചലിത നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ഓരോ ദിവസത്തെ ബിസിനസിന്റെ പൈസയും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തത് എന്താണ്, സ്ഥിര നിക്ഷേപങ്ങളാണ്. ഒറ്റ തവണ മാത്രം നിക്ഷേപിക്കുന്ന ഒരു നിശ്ചിത കാലയളവിന് ശേഷം നിക്ഷേപം പലിശയോടുകൂടി പിൻവലിക്കാൻ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് സ്ഥിര നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. പലിശയൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് റിക്കറിംഗ് ഡിപ്പോസിറ്റ്. ഒരു ഫിക്സഡ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ ആയിട്ടുള്ള ഒരു കാലയളവിൽ, അതായത് ഒന്നെങ്കിലും ദിവസവും അല്ലെങ്കിൽ വീക്ക്ലി മന്ത്ലി ഒരു പരിമിതി വരെ നമ്മൾ എന്ത് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് കാലയളവ് കഴിഞ്ഞിട്ടാണ് നമ്മളത് പിൻവലിക്കാൻ പോകുന്നത്. അതാണ് റിക്കറിംഗ് അല്ലെങ്കിൽ ആവർത്തിത നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് എ ഡിപ്പോസിറ്റും ഈ ചാപ്റ്ററിലെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ നമ്മളുടെ ബാങ്കുകളുടെ ടൈപ്സ് ഉണ്ടല്ലോ, കൊമേഴ്ഷ്യൽ, കോപ്പറേറ്റീവ്, ഇത് കൂടാതെ ഒരു ബാങ്ക് കൂടി ഉണ്ട്. അത് താഴെ കമന്റ് ബോക്സിൽ വിത്ത് അതിന്റെ ഒരു സവിശേഷത നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക കേട്ടോ. ഇനി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉണ്ടായിരുന്ന നമ്മുടെ SBI ഒക്കെ പോലെയുള്ള ബാങ്കുകളാണ്. പല ബ്രാഞ്ചസും പല സ്ഥലത്തുണ്ടാവും, ഒരുപാട് ബ്രാഞ്ചുകൾ ഉള്ളതാണ്. അത് നമ്മളുടെ പണം ഡിപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, പിന്നെ അത് ലോണുകൾ കൊടുക്കുന്നു, ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് സൗകര്യങ്ങൾ, ലോക്കർ ഫെസിലിറ്റീസ് ഒക്കെ തരുന്ന ബാങ്കാണ് കേട്ടോ. ഇനി സഹകരണ ബാങ്കുകൾ കർഷകർക്കും കൈത്തൊഴിലാളികൾക്കും ചെറുകിട വ്യവസായികൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ കൊടുക്കുന്ന ബാങ്കുകളാണ്. അപ്പൊ അവരെ എന്ത് ചെയ്യുക, ഒന്ന് പരസ്പര സഹായം പ്രോത്സാഹിപ്പിക്കുക, ജനങ്ങളിൽ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുക, ഇതൊക്കെ നോക്കിയിട്ടാണ് കോപ്പറേറ്റീവ് ബാങ്ക്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ മിസ്സിന്റെ ചോദ്യം മറക്കണ്ട, ഡെവലപ്മെന്റ് ബാങ്ക്സ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ പറഞ്ഞു പോയില്ലേ. സോ നിങ്ങൾ മൂന്നാമത്തെ ബാങ്ക് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അതിന്റെ ഒരു ഫീച്ചറോട് കൂടി ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് ബാങ്കറുടെ ബാങ്ക് ഏതാണെന്ന് ചോദിക്കാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. ആ ഒരു ചോദ്യത്തിന് ഒറ്റ ഉത്തരം, അത് നമ്മളുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. 1 രൂപയുടെ നോട്ട് അല്ലാതെ എല്ലാ കറൻസിയും RBI ആണ് ഇഷ്യൂ ചെയ്യുന്നത്. ലോണുകൾ എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നുണ്ട്. ഗവൺമെന്റിന്റെ ബാങ്ക് ആയിട്ടും പ്രവർത്തിക്കുന്നത് ആരാണ്, RBI ആണ്. ഇനി ഈ ഒരൊറ്റ പോയിന്റ് കൂടെ പഠിക്കുക. ഇൻഡിവിജ്വൽ അക്കൗണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ട്, ജോയിന്റ് അക്കൗണ്ട്, 3 അക്കൗണ്ടുകൾ ഉണ്ട്. ഇൻഡിവിജ്വൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിയുടെ പേരിൽ ഓപ്പൺ ചെയ്തതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാലോ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ഓപ്പൺ ചെയ്യുന്നതാണ്. ജോയിന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാല് ബൈ 2 or more ഇൻഡിവിജ്വൽസ്, ഒന്നിലധികം ഇൻഡിവിജ്വലോ കൂടി ചേർന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന അക്കൗണ്ട് ആണ് കേട്ടോ. ഓക്കെ, സോ ഇനി അടുത്തത് ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഏതാ, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. സോ ഈ കാര്യങ്ങൾ പഠിച്ചു ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിച്ചു. അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.